ഇന്നത്തെ കേക്ക് ഒരു ഹണി ആൽമണ്ടിൻ്റെ കേക്കായിരുന്നു കേട്ടോ. പക്ഷേ ഡിസൈൻ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ആയിരുന്നു. അപ്പോൾ എനിക്ക് കേക്കിന് ഓർഡർ തന്നത് അതുലാണ്. അതുൽ നമുക്ക് കേക്കിൻ്റെ മോഡൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഡിസൈനായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടോപ്പിൽ ഗനാഷ് എല്ലാം കൊടുത്തു, ബട്ടർ സ്കോച്ചിൻ്റെ ഗനാഷ് കൊടുത്തിട്ട് സൈഡിൽ നമ്മൾ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ പ്രലയിന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോപ്പിലും സൈഡിലുമായിട്ട് നമ്മൾ നോസൽ വർക്കും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കേക്കിൽ പേരെഴുതി കൊടുക്കുന്നുണ്ട്. പേരെഴുതുന്നത് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ കേട്ടോ. അപ്പം ഗണേശയുടെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എഴുതുമ്പോൾ നല്ല സ്മൂത്തായിട്ട് എഴുതിപ്പോകാൻ പറ്റും. അതായത് നല്ല അടിപൊളിയായിട്ട് എഴുതിപ്പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ നോർമലി എഴുതുന്ന പോലെയല്ല ഗണേശയുടെ മുകളിലായിട്ട് എഴുതുന്നത്, ഇത് നല്ലതായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതാണ് കേട്ടോ നമുക്ക് തന്ന മോഡൽ. ഏകദേശം തന്ന മോഡൽ പോലെയൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.